ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പരിപ്പ് പായസം. അപ്പോൾ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോവാതെ നന്നായി വറുത്തെടുക്കണം. അപ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കൂടുക. വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആകുമ്പോൾ നമുക്ക് നിർത്താം. കരിഞ്ഞു പോവാതെ നന്നായിട്ട് വറുത്തെടുക്കാം. ഒന്ന് കളർ മാറി വരുമ്പോൾ ഓഫാക്കാം. ഇനി ശർക്കരപ്പാവ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊഴിച്ച് പാവാക്കിയെടുക്കാം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്ന 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അതിൽ 3-ാം പാല് ഒഴിച്ചിട്ട് ആണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. പരിപ്പ് നന്നായി വേവിച്ച ശേഷം അതിലേക്ക് ശർക്കര പാവ് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പരിപ്പ് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഒഴിക്കാവൂ, അല്ലെങ്കിൽ പരിപ്പ് കട്ടിയായിട്ട് കിടക്കും. നമ്മളിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാമിലേക്ക് 1/2 കിലോ ശർക്കര ഓക്കെയാണ്. ഓക്കെ, ഇപ്പം ശർക്കര ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിലോട്ട് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് 1-ാം പാല്, അതായത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ചിലതിൽ തേങ്ങ കൊത്ത് വറുത്തിടും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പാലെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.